ആവേശോജ്വലമായ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്ന 140 മണ്ഡലങ്ങൾ. രാജ്യം ഉറ്റുനോക്കുകയാണ് കേരളത്തിലേക്ക്. അപ്പോൾ ഡൽഹിയിൽ ഇരിപ്പുറയ്ക്കുന്നത് എങ്ങനെ? തീപാറും പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൂടെ ഞങ്ങൾ എത്തുകയാണ്. നാടറിഞ്ഞ് നാട്ടുകാർക്കൊപ്പം യാത്ര ഇങ്ങ് തെക്കുനിന്ന് അങ്ങ് വടക്കോട്ട്. മിസിസ് ആൻഡ് മിസ്റ്റർ സവാരി ഗിരിഗിരി. നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. ഇപ്പം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ശക്തമായ മത്സരം നടക്കുന്ന ഒരിടമാണ് നേമം. അതെ, ഈ തിരഞ്ഞെടുപ്പ് എന്നല്ല, കഴിഞ്ഞ 1-2 തിരഞ്ഞെടുപ്പായി കേരളം ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടമാണ് നേമത്തേത്. ഇത്തവണ നേമം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ കേരളത്തിന്റെ മന്ത്രിയുമായ മന്ത്രി വി ശിവൻകുട്ടിയും കുടുംബം, അദ്ദേഹത്തിന്റെ ഭാര്യയും മാധ്യമപ്രവർത്തകയായ പാർവതി ദേവിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എങ്ങനെയാണ് ഈ ഒരു മണ്ഡലത്തിലെ ആവേശം, ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവേശം? ഒരു തവണ എങ്കിലും കേരളത്തില് BJP ജയിച്ച മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒട്ടാകെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടെ മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. മന്ത്രി അപ്പൂപ്പിന് വേണ്ടി കുട്ടികള് വോട്ട് ചോദിച്ചിറങ്ങിയെന്നാണ് കേൾക്കുന്നത്. പൊതുവെ കുട്ടികൾക്കെല്ലാം താല്പര്യമാണ്. കൊച്ചു കുട്ടികളും എല്ലാം പേര് ചൊല്ലിയാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഇന്നങ്ങ് രാജീവ് ചന്ദ്രശേഖരൻ ഒരു ചർച്ചയ്ക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇനിയും അതിന് തയ്യാറായിട്ടില്ല. അദ്ദേഹം വിചാരിച്ചില്ല ഞാനിങ്ങനെ സമയവും സ്ഥലവും നിശ്ചയിക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചില്ല. ഞാൻ പൂജപ്പുരയും ഡേറ്റ് നിശ്ചയിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് പ്രധാനമന്ത്രി വരുന്നതിൻ്റെ അസൗകര്യമുണ്ട്. ഇപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കള്ളത്തരം പറഞ്ഞതിന് അങ്ങ് മാപ്പ് പറയേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രസ്ഥാനം പിൻവലിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ മത്സരം നടക്കുന്നത് LDFും BJP തമ്മിലാണ്. അത് കഴിഞ്ഞ 3 മത്സരവും അങ്ങനെ തന്നെയാണ് നടന്നിട്ടുള്ളത്. UDF സ്ഥാനാർത്ഥി എന്തോ തെറ്റിദ്ധരിച്ച് പ്രചരണം നടത്തുന്നുണ്ട്. ആരോ പറഞ്ഞു കൊടുത്തായിരിക്കും ഇങ്ങനെ പറഞ്ഞാൽ ഗുണം കിട്ടുമെന്ന്. അത് തെറ്റായി ധരിച്ച് പറഞ്ഞ കാര്യമാണ്. ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്ക് ഡീൽ എന്നുള്ളതാണ്. ഡീൽ ആ ഒരു നിയമ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയാണ് സാഹചര്യം? ഡീൽ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അവരുടെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതാവായിട്ടുള്ള ഒരു പേര് ഞാൻ പെട്ടെന്ന് ഓർമ്മിക്കുന്നില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു ഡീലിന്റെ നാൾവഴികൾ എന്താണെന്ന് അദ്ദേഹം തന്നെ പറയുന്നതിനുണ്ട്. ഡീലുണ്ട്, പലയിടങ്ങളിലും കോൺഗ്രസും BJPയും തമ്മിൽ ഡീൽ ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഈ ആരോപണം ഉന്നയിക്കുന്നത് പ്രധാനമായിട്ട് UDF ആണ്. ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചു, അദ്ദേഹം വന്നിട്ടില്ല. മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇനിയൊരു ചർച്ചയ്ക്ക് അദ്ദേഹം തയ്യാറാവുകയാണെങ്കിൽ ഏത് നിമിഷവും വരാമെന്നുള്ളതാണ്. ഏത് സമയം എവിടെ വേണോ ഞാൻ തയ്യാറാണ്. അതിന്റെ മുഴുവൻ ചെലവ് ഞാൻ വഹിച്ചോളാം. അദ്ദേഹം തയ്യാറായാൽ മതി. അദ്ദേഹം തയ്യാറായി വന്ന് ഒരു ഡിബേറ്റ് നടത്തിയാൽ മതി. എന്തായാലും തിരക്കിട്ട ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഇടയിൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിച്ചിരിക്കുകയാണ്. വളരെ നന്ദി, വളരെ നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.